ദക്ഷിണ ഭാരതത്തിൽ പ്രധാനമായും തമിഴ്നാട്, കേരളം, ഉത്തരകന്നഡ പ്രദേശങ്ങളിൽ ആരാധിച്ചു വരുന്ന അഷ്ടനാഗങ്ങളിൽ ഒന്നാണ് ഗുളികൻ. നാഗരാജാക്കളിൽ ഒരുവനായും കരുതപ്പെടുന്നു. അഷ്ടനാഗക്കളത്തിൽ ഗുളികനെ ചിത്രീകരിക്കാറുണ്ട്. ജ്യോതിഷത്തിൽ ഏറെ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന മൂർത്തിയാണ് ഗുളികൻ. മാന്തി, പുലികൻ, കുളികൻ എന്നീ പേരുകളിലും ഗുളികൻ അറിയപ്പെടുന്നു. കേരളീയ ജ്യോതിഷത്തിന്റെ അനേകം വേറിട്ട വിശേഷങ്ങളിലൊന്നാണ് ഗുളികൻ എന്ന പ്രതിഭാസം. മറ്റ് സംസ്ഥാനങ്ങളിൽ ഗുളികനെക്കുറിച്ച് കാര്യമായ ചിന്തയില്ല. ഗ്രഹനിലയിൽ ഗുളികനെ അടയാളപ്പെടുത്താറുമില്ല. നമ്മുടെ നാട്ടിൽ ജാതക പ്രശ്നാദികളിലെല്ലാം ഗുളിക സാന്നിധ്യം കാണുന്നു. മുഹൂർത്ത വിഷയത്തിൽ 9 കാര്യങ്ങൾ ഒഴിവാക്കും. അതിനെ നവദോഷങ്ങൾ എന്നാണ് പറയുക. ഗുളികനും നവദോഷങ്ങളിൽ ഒന്നാണ്. ഗ്രഹനിലയിൽ മ എന്ന പേരിലാണ് ഗുളികനെ അടയാളപ്പെടുത്തുന്നത്. മന്ദൻ എന്നത് ശനിയുടെ പേരാകയാൽ മ എന്ന അക്ഷരം ശനിയെ കുറിക്കാൻ ഉപയോഗിക്കുന്നു. ശനിയുടെ മകനാണ് ഗുളികൻ എന്നാണ് വിശ്വാസം. അതിനാൽ മന്ദന്റെ മകൻ എന്ന അർത്ഥത്തിൽ മാന്തി എന്ന് ഗുളികനെ വിളിക്കുന്നു. അങ്ങനെ ആ പേരിലെ ആദ്യാക്ഷരമായ മ എന്നത് ഗുളികനെ രേഖപ്പെടുത്തുന്ന അക്ഷരവുമായി മാറി. മാർക്കണ്ഡേയമോക്ഷത്താൽ ലോകത്തിൽ കാലമില്ലാത്ത അവസ്ഥ സംജാതമായി. കാലന്റെ അഭാവത്താൽ നഷ്ടപ്പെട്ട കാലചക്രത്തിന്റെ സന്തുലനം വീണ്ടെടുക്കാൻ ഋഷിദേവകൾ പരമശിവന്റെ അരുകിൽ പ്രശ്നപരിഹാരത്തിനായി സമീപിച്ചു. പരമശിവൻ തന്റെ വലത് കാലിന്റെ പെരുവിരൽ ഭൂമിയിൽ അമർത്തുകയും വിരൽപൊട്ടി ഗുളികൻ അവതരിക്കുകയും ചെയ്തു. കാലന്റെ കർത്തവ്യം ഗുളികൻ ഏറ്റെടുക്കുകയും ചെയ്തു. ഗുളികന്റെ സൃഷ്ടിക്കനന്തരം സപ്തർഷികളിൽ ഒരുവനായ കശ്യപ മഹർഷി സന്താനലബ്ധിക്കായി യജ്ഞം നടത്തുക ഉണ്ടായി. അനന്തരം കശ്യപന്റെ പത്നിയും ദക്ഷപുത്രിയുമായ കദ്രുവിന്റെ ഗർഭത്തിലൂടെ ഗുളികൻ ഭൂമിയിൽ നാഗരൂപം കൈക്കൊണ്ടു. മഹാഭാരതം ആദിപർവത്തിൽ കദ്രുവിന്റെ പുത്രനായി ഗുളികനെ പ്രതിപാദിക്കുന്നു. ഗുളികോൽപത്തി എന്ന ഒരു ലഘുകാവ്യമുണ്ട്. സംസ്കൃത രചനയാണ്. ഗുളികന്റെ ജനനം അതിൽ വിവരിക്കുന്നു. ഒരിക്കൽ ശനിയും വ്യാഴവും തമ്മിൽ വലിയ ഒരു യുദ്ധം ഉണ്ടാവുകയും ആ യുദ്ധത്തിൽ ശനിയുടെ രക്തത്തിൽ നിന്നും ഗുളികൻ ഉണ്ടാവുകയും ചെയ്തു എന്നും പറയുന്നു. ഇതും ഒരു ഐതിഹ്യമാണ്. വിഷ്ണുവാണ് മാന്തി എന്ന പേര് നൽകിയത്. കുറിയ രൂപമാവണം ഗുളികൻ എന്ന പേരിനാസ്പദം. വിഷ്ണു അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, സമസ്ത ജന്തുക്കളെയും മരിപ്പിക്കുവാൻ ഇവന് ജന്മായതമായ കഴിവുള്ളതിനാൽ മൃത്യു എന്ന പേരിലും അറിയപ്പെടും. ശനിയുടെ ഉപഗ്രഹം എന്ന പദവിയും ദേവന്മാരാണ് ഗുളികന് നൽകിയത്. സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട പ്രാചീന കൃതിയായ സർവാർത്ഥ ചിന്താമണി പ്രകാരം മാന്തി ശനിയുടെ പുത്രനും ഗുളികൻ കാലന്റെ പുത്രനുമാണ്. ജ്യോതിശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഗുളികനെയും മാന്തിയെയും ഒറ്റ അപർശഗ്രഹമായോ അല്ലെങ്കിൽ 2 അപർശഗ്രഹങ്ങൾ ആയോ കണക്കാകുന്നു. അടുത്തൊരു വീഡിയോയുമായി പിന്നീട് കാണാം. നന്ദി, നമസ്കാരം. റിയൽ ഹിന്ദു.